നമസ്കാരം. കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്നും വാക്പോരാണ്. ഇതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ജമ്മു കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഭാരതം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ തടസ്സം അയൽരാജ്യം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടന്ന പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പാകിസ്ഥാന് നൽകിയ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയാണ് രൺധീർ ജയ്സ്വാൾ തന്റെ പ്രസ്താവന വ്യക്തമാക്കിയിരുന്നത്. ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുകൂടെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ജമ്മു കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഇന്ത്യ രംഗത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള ആവർത്തിച്ചുള്ള പരാമർശങ്ങളിലാണ് ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. സുരക്ഷാ കൗൺസിലിൽ സംസാരിച്ച യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനേനി ഹരീഷ് പാകിസ്ഥാന്റെ പരാമർശങ്ങൾ അനാവശ്യമാണെന്നും ഈ മേഖല പണ്ടുമുതൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നുവെന്നും ഇപ്പോഴും എങ്ങനെയാണെന്നും ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കുമെന്നുമുള്ള നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിനെ കുറിച്ച് പാകിസ്ഥാൻ പ്രതിനിധി വീണ്ടും അനാവശ്യ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യ ശ്രദ്ധിക്കുന്നു. അത്തരം ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ അവരുടെ നിയമവിരുദ്ധ അവകാശവാദങ്ങളെ സാധൂകരിക്കുകയോ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഹരീഷ് വ്യക്തമാക്കി. ഭിന്നിപ്പിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്നതിനായി ഫോറത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കരുതെന്ന് അദ്ദേഹം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ജമ്മു കശ്മീരിന്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണെന്നും പ്രദേശം വിട്ടുപോകണമെന്നും ഹരീഷ് ചൂണ്ടിക്കാട്ടി. സുരക്ഷാ കൗൺസിലിൽ UN സമാധാന സേനയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സഹായ സയ്യിദ് താരിഖ് ഫത്തേമി ജമ്മു കശ്മീരിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഹരീഷ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. കശ്മീർ വിഷയത്തിൽ അടുത്ത കാലത്തായി നിരന്തരം UN പരാമർശങ്ങൾ നടത്തുന്നത് പാകിസ്ഥാൻ പതിവാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായി സാധാരണ അയൽ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യ വാദിക്കുമ്പോഴും അത്തരം ഇടപെടലുകൾക്കായി ഭീകരതയും ശത്രുതയും ഇല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തം ഇസ്ലാമാബാദിനാണെന്ന് രാജ്യം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനുമായി സമാധാനം സ്ഥാപിക്കാനുള്ള ഓരോ ശ്രമവും ശത്രുതയ്ക്കും വഞ്ചനയ്ക്കും വിധേയമായതായി മോദി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഭീകരതയെ വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ ദീർഘകാല പങ്കിനെ മോദി വിമർശിച്ചിട്ടുമുണ്ടായിരുന്നു. ഭീകരതയുടെ വേരുകൾ എവിടെയാണെന്ന കാര്യത്തിൽ ലോകത്തിന് ഇനി സംശയമില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇന്ത്യക്ക് വലിയ ഭീഷണിയായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് UN ഈ ഏറ്റുമുട്ടൽ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.